മുട്ടിന്റെ വേദനയുമായി അല്ലെങ്കിൽ മുട്ടിന്റെ തേയ്മാനവുമായി ഇവിടെ വരുന്ന പല ആളുകളും ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ഒരു മുട്ടിന് മാത്രം വേദന ഉണ്ടാകുന്നു? കാരണം രണ്ട് മുട്ടിനും ഒരേ പ്രായമാണ്, തേയ്മാനം ഉണ്ടാകണമെങ്കിൽ രണ്ട് മുട്ടിനും ഒരുപോലെ ഉണ്ടാവണം. അത് എന്തുകൊണ്ടാണ് ഒരു മുട്ടിന് മാത്രം തേയ്മാനം ഉണ്ടാകുന്നത്? രണ്ടാമത്തെ ഒരു ചോദ്യം, എന്തുകൊണ്ട് അലോപ്പതി ചികിത്സ ചെയ്തിട്ട് ഇത് മാറിയില്ല എന്നുള്ളതാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം വന്ന കോളേജ് പ്രിൻസിപ്പലായിരുന്ന ഒരു പൂജാരി അല്ലെങ്കിൽ പൂജ ചെയ്യുന്ന ഒരാള്, അദ്ദേഹം കഴിഞ്ഞ കുറേ വർഷങ്ങളായി അലോപ്പതി ചെയ്യുകയും അതിനുശേഷം ഇവിടെ വരികയും ഏതാണ്ട് 1.5 മാസ ചികിത്സ കൊണ്ട് നന്നായി അത് മാറുകയും ചെയ്തപ്പോൾ അദ്ദേഹം ചോദിച്ച 2 ചോദ്യങ്ങളാണ്. ഇതിന്റെ ഉത്തരം എന്താണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമുക്ക് ഒന്ന് പറയാൻ ഉദ്ദേശിച്ചത്. ഒന്ന്, എന്തുകൊണ്ട് ഒരു മുട്ടിന് മാത്രം തേയ്മാനം വരുന്നു എന്നുള്ളതാണ്. ഇതിന് ഒരു 4 കാരണങ്ങൾ നമുക്ക് പറയാം. ആദ്യമായിട്ട് നമുക്ക് ആ മുട്ടിനകത്തിൽ എന്തെങ്കിലും ഭൂതകാലത്ത് എന്തെങ്കിലും ഒരു ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ ഓടുമ്പോഴോ നടക്കുമ്പോഴോ അല്ലെങ്കിൽ തിരിയുമ്പോഴോ മുട്ട് വല്ലാതെ തിരിയുമ്പോഴോ ഒക്കെ ഇതിനകത്തുള്ള മെനിസ്കസിനോ അല്ലെങ്കിൽ ടെൻഡനുകളിലോ ചെറിയ പൊട്ടലുകൾ ഉണ്ടാകും. ഈ പൊട്ടലുകൾ അതിലേക്ക് രക്തോട്ടം കുറയ്ക്കുകയും ഭാവിയിൽ അത് തേയ്മാനമായി മാറാനുള്ള സാധ്യത കൂടി വരും. രണ്ടാമത്, മസിലുകൾക്ക് വരുന്ന ഇഞ്ചുറിയാണ്. ഈ മസിലുകൾക്ക് വരുന്ന ഇഞ്ചുറി അവിടെ ഒരു നീരുണ്ടാക്കി നിർത്തുകയും ഇതിലേക്ക് രക്തോട്ടം തടസ്സപ്പെടുകയും ആ രക്തോട്ടം തടസ്സപ്പെടുന്നത് ഭാവിയിൽ ഒരു തേയ്മാനം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയായി മാറും. അതായത് മുട്ടിന് ചുറ്റും വരുന്ന നീർക്കെട്ടുകൾ ഒരു തേയ്മാനം ഉണ്ടാക്കാനുള്ള സാധ്യത ആയി മാറുന്നു. മൂന്നാമത്, പോഷകാംശങ്ങളുടെ കുറവാണ്. അവിടത്തേക്ക് പോഷകാംശങ്ങൾ എത്താതിരിക്കാനുള്ള ഒരു സാധ്യത. അത് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ബ്ലോക്കുകളായിരിക്കാം. ഒന്നുകിൽ രക്തക്കൊള്ളിയുടെ ബ്ലോക്ക് ആയിരിക്കാം, ആർട്ടറിയുടെ ബ്ലോക്കുകളായിരിക്കാം, അങ്ങനെയല്ലേ അവിടുന്ന് തിരിച്ച് വെയിനിൽ നിന്ന് അവിടുത്തെ ദുഷിച്ച രക്തം തിരിച്ചു കൊണ്ടുപോകാനുള്ള ബ്ലോക്കുകളായിരിക്കാം. ഇങ്ങനെ വരുന്ന പല ബ്ലോക്കുകളും ഒരു മുട്ടിൽ മാത്രം ഉണ്ടാകുകയും അത് ഭാവിയിൽ ഒരു തേയ്മാനത്തിന് സാധ്യത ഉണ്ടാകുകയും ചെയ്യും. നാലാമതുണ്ടാകുന്ന പറയുന്നതാണ് അതിന്റെ ഒരു പെല്ലിസിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഇടുപ്പെല്ലിന്റെയോ അല്ലെങ്കിൽ മുട്ടിന്റെയോ ഒരു ഡീവിയേഷൻ വരിക. അപ്പൊ അത് ലോഡ് ബെയറിംഗ്, അതായത് ഒരു മുട്ടിന് ചെറിയ നീളം കുറയുക, അതായത് മില്ലിമീറ്റർ കണക്കിന് നീളം കുറയുകയും മറ്റേ മുട്ടിന് അത്രയും നീളം ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകാം. ഇത് ഉണ്ടാകുന്നത് സാധാരണ നമ്മൾ ചന്തി ഇടിച്ച് വീഴുമ്പോഴാണ്. ചന്തി ഇടിച്ച് വീഴുമ്പോൾ നമ്മുടെ സേക്രോയിലിയൻ ജോയിന്റ് അല്പം ഇളകുകയും ആ ഇളകുന്ന അവസ്ഥ വെച്ച് അത് സെറ്റ് ആവുകയും അങ്ങനെ വരുമ്പോൾ പെല്ലിസ് ശകലം തിരിഞ്ഞു നിൽക്കും. ആ തിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ ഒരു കാലിന് ഒരു അല്പം നീള കൂടുതൽ മറ്റേതിന് നീളക്കുറവും കാണും. ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ശരീരം ചെയ്യുന്ന സ്വയം പ്രക്രിയയുണ്ട്. ഈ മുട്ടിന് തേയ്മാനം ഉണ്ടാക്കി കൊടുക്കുകയോ അല്ല മുട്ടൊരൽപ്പം ഇടത്തോട്ടോ വലത്തോട്ടോ മുന്നോട്ടോ വളച്ചു കൊടുക്കുകയും അപ്പൊ ഇത് വരുമ്പോഴും നമുക്ക് ഭാവിയിൽ ഒരു തേയ്മാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ 4 കാരണങ്ങൾ നമ്മൾ ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്ത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ മുട്ടിന് തേയ്മാനം ഉണ്ടായത് നമുക്ക് ഒറ്റ മുട്ടിന് തേയ്മാനം ഉണ്ടായത് നമുക്ക് തിരിച്ചറിയാം. 2 മുട്ടിന് വരികയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നില്ല. അത് പ്രായത്തിന്റെ പ്രശ്നം തന്നെയാണ്. അതിന് വേറൊരു അപ്രോച്ചാണ്. രണ്ടാമത്, ആയുർവേദം എന്തുകൊണ്ട് ഇതിന് ഫലപ്രദമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആയുർവേദം ഫലപ്രദമാകണമെങ്കിൽ അതിനൊരു സിസ്റ്റമാറ്റിക് വേ ഓഫ് അപ്രോച്ച് ഇതിനുണ്ട്, ആയുർവേദത്തിനുണ്ട്. മറ്റ് അലോപ്പതി ഇല്ല. അലോപ്പതി സാധാരണ വേദനാ സംഹാരികളായ ഔഷധങ്ങൾ കഴിക്കുകയും കാർട്ടിലേജ് ഡെവലപ്പ് ചെയ്യാനുള്ള ഔഷധങ്ങൾ കഴിക്കുകയും കുറച്ച് നാൾ എക്സസൈസസ് ചെയ്യുകയും ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ആയുർവേദത്തിനാകുമ്പോൾ അതിനൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ച്. ഇത് പ്രത്യേകിച്ചും രസായന ചികിത്സകളും ലംഘന ചികിത്സകളുമാണ് ഇതിന് വളരെ എഫിഷ്യന്റ് ആയിട്ട് ചെയ്തിരുന്നത്. ഒരു ചുറ്റപ്പടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടിലേക്ക് ആവശ്യമുള്ള പോഷകാംശങ്ങൾ കിട്ടും എന്നുള്ളതാണ് പ്രധാന കാര്യം. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരം മുട്ടിലേക്ക് എത്തുക എന്നുള്ളതാണ് വേണ്ടത്. അതിന് 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വേണ്ടത്. ഇതിൽ ചാനൽസുകൾ ഓപ്പൺ ചെയ്ത് കിട്ടണം, ശരീരം ഒരു പുനർനിർമ്മാണ പ്രക്രിയ തുടങ്ങി വയ്ക്കണം. ശരീരം പുനർനിർമ്മാണ പ്രക്രിയ തുടങ്ങി വയ്ക്കണമെങ്കിൽ നമുക്കൊരു ലംഘന പ്രക്രിയ തുടങ്ങി വെക്കണം. അതായത് 2 ദിവസം പട്ടിണി കിടന്നാൽ അല്ലെങ്കിൽ നമുക്കൊരു ശകലം ശരീരത്തെ പേടിപ്പിക്കുന്നത് പോലെ ഫാറ്റ് മെറ്റബോളിസത്തിലേക്ക് പെട്ടെന്ന് ബോഡി തിരിച്ചു വിട്ടാൽ ഒക്കെ ശരീരത്തിന് ഒരു ചെറിയ ഭയം ഉണ്ടാകുകയും പുതിയ ഒരു റീജനറേറ്റീവ് പ്രോസസ് തുടങ്ങുകയും ചെയ്യും. ഇത് നൊബൽ പ്രൈസ് കിട്ടിയ ഒരു സാധനം തന്നെയാണ്. നിങ്ങൾക്ക് ഒരു പക്ഷേ റെഫർ ചെയ്താൽ അല്ലെങ്കിൽ ഗൂഗിളിൽ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോഫാജി എന്നൊന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് ശരീരം ഇത് കിക്ക് ഓഫ് ചെയ്തതെന്ന് അല്ലെ തുടങ്ങി വെക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ശാസ്ത്രീയമായ തെളിവുകൾ നമുക്ക് ലഭിക്കും. അത് തന്നെയാണ് ആയുർവേദം ചെയ്യുന്നത്. നമ്മൾ ശരിക്കും ചെയ്യുന്ന 2-3 ദിവസം അത്യാവശ്യം വളരെ നല്ല ഫാസ്റ്റിംഗ് എടുത്തുകൊണ്ട് കംപ്ലീറ്റ് ഫാറ്റ് മെറ്റബോളിസത്തിലേക്ക് ബോഡി തിരിച്ചു വിടുന്നത് പോലെ നെയ്യോ എണ്ണയോ കഴിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതോടുകൂടി ബോഡി ഒരു പുതിയ റീജനറേറ്റീവ് പ്രോസസ് തുടങ്ങി വയ്ക്കും. അപ്പൊ ആ സമയത്ത് ഇവിടെ വരാൻ ഈ റീജനറേറ്റീവ് പ്രോസസ് തുടങ്ങി വെക്കണമെങ്കിൽ ബോഡിക്ക് ആവശ്യമുള്ള പോഷകങ്ങൾ ആ സ്ഥലത്ത് ലഭിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ആ സ്ഥലത്ത് ലഭിക്കണമെങ്കിൽ നമുക്ക് ചാനൽസ് എല്ലാം ഓപ്പൺ ചെയ്യും. ചാനൽസ് ഓപ്പൺ ചെയ്ത് കിട്ടാൻ നമ്മൾ മാസേജസ് ചെയ്യും, ധാര ചെയ്യും, പൂച്ച് ചെയ്യും, അതേപോലെ തന്നെ വയർ ഇളക്കുക എന്നുള്ള പ്രക്രിയ, നസ്യം ചെയ്യുക, പസ്തി ചെയ്യുക മുതലായവെല്ലാം ചെയ്ത് ഈ പരമാവധി അവിടേക്ക് എത്തുന്ന ചാനലുകളെ നീര് കുറയ്ക്കാനും ചാനലുകൾ ഓപ്പൺ ചെയ്യാനും ഉള്ള ഒരു പ്രക്രിയ അല്ലെങ്കിൽ വളരെ ഡെഫിനിറ്റ് ആയിട്ട് എത്തുന്ന ഒരു തരം പ്രക്രിയ ആയുർവേദത്തിലുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഔഷധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ പ്രജനപ്രക്രിയയിലൂടെ ഈ ഔഷധങ്ങളെ വലിച്ചെടുത്ത് സന്ധികളിലേക്ക് എത്തിക്കാനുള്ള ഔഷധങ്ങൾ കഴിക്കുകയും വയറ്റിൽ നിന്ന് വലിച്ചെടുക്കാനുള്ള അഡിറ്റീവ്സ് അതിന്റെ കൂടെ ചേർക്കപ്പെടുന്ന കുരുമുളക്, ചുക്ക് മുതലായ സാധനങ്ങൾ പെട്ടെന്ന് ഇത് വലിച്ചെടുക്കാനുള്ള സാധ്യത ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ശരീരം വലിച്ചെടുക്കുകയും അവിടേക്ക് എത്തിക്കാനുള്ള ഒഴിച്ചിൽ മുതലായ പ്രക്രിയകളും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഈ സന്ധികളിൽ എത്തുകയും അവിടെ പൂച്ചെടുക്കുകയും മറ്റും ചെയ്യുമ്പോൾ ആ സന്ധികളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഔഷധങ്ങൾ എത്തുകയും ചെയ്ത് ഏതാണ്ട് പൂർണ്ണമായും തേയ്മാനം മാറിക്കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് വരും. ശരീരം ഒരു മെക്കാനിക്കൽ സാധനമല്ല, എന്നും പുതിയതായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വളർന്നുകൊണ്ടിരിക്കുന്ന ശരീരത്തെ നമുക്കൊന്ന് സഹായിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ തേയ്മാനങ്ങളും നമുക്ക് കൃത്യമായി മാനേജ് ചെയ്യാൻ കഴിയും.